അധ്യക്ഷ പദവി ഒന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ അല്ലെങ്കിൽ ആ പദവിക്ക് വേണ്ടിയുള്ള അവകാശികളുടെ എണ്ണം കൂടുകയാണ്. പറഞ്ഞു വരുന്നത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള മത്സരത്തിൻ്റെ കാര്യമാണ്. ഒരാൾക്ക് 2 പദവിയിൽ ഇരിക്കാൻ കഴിയില്ല എന്ന അവകാശവാദം കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ് ആ പദവി രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ്റെ പദവി രാജിവെക്കാൻ സണ്ണി ജോസഫ് സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ അവകാശികളുടെ എണ്ണം ഓരോ ദിവസവും ഏറുകയാണ്. ചില പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങ് വടക്കുനിന്ന് വരെ ചില അവകാശികൾ എത്തുന്നു. പ്രത്യേകിച്ചും രാജ്മോഹൻ MP പോലുള്ള ആളുകൾ. അദ്ദേഹത്തിനും ഈ KPCC അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും വലിയ താമസമില്ലാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ KPCC അധ്യക്ഷനെ തീരുമാനിക്കുമെന്നാണ് AICC നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള വടംവലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കൽ വേണ്ട, സമുദായ അടിസ്ഥാനത്തിലും വേണ്ട എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അതേസമയം ജാതി സമവാക്യങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് ഒരു പിൻഗാമിയായി അതേ സമുദായത്തിൽ നിന്നുള്ള ആൾ തന്നെ വേണം എന്ന അവകാശവാദം ചിലർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ MP-മാരായ ബെന്നി ബെഹ്നാൻ്റെയും ആൻ്റോ ആൻ്റണിയുടെയും പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇവർക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷകളൊന്നുമില്ല എങ്കിൽ തന്നെയും വിസമ്മതം മൂളിയിട്ടില്ല ഇരുവരും. അതേസമയം കൊടിക്കുന്നിൽ സുരേഷും ഇതേ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. നിലവിൽ ഒരാൾക്ക് ഒരു പദവി എന്ന് പറയുന്നതാണ് കോൺഗ്രസിനകത്തുള്ള പുതിയ തന്ത്രം എങ്കിൽ തന്നെയും ഇപ്പോൾ MP-മാരാണ് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ 4 MP-മാരുടെ പേരാണ് ഇപ്പോൾ KPCC അധ്യക്ഷ പദവിയിൽ പറഞ്ഞു കേൾക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹ്നാൻ, ഒപ്പം ആൻ്റോ ആൻ്റണി. ഇതിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക? അതാണ് കോൺഗ്രസിൽ അവകാശവാദം ഉന്നയിക്കാത്തവർ നോക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിനകത്ത് എന്ത് നടന്നാലും അതൊന്നും കാര്യമാക്കണ്ട എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ചർച്ച, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് AICC കടക്കും എന്നാണ് പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ കണ്ടതാണ് ചില സസ്പെൻസുകൾ, ചില ചർച്ചകൾ, ചില ഇടപെടലുകൾ, ചില വാഗ്വാദങ്ങൾ, ചില ആവശ്യങ്ങൾ, ചിലരുടെ വാദഗതികൾ. പക്ഷേ ഇവിടെയും അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം KPCC അധ്യക്ഷ പദവി ഇപ്പോൾ ചെറുതല്ല. പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ചെറിയ പോസ്റ്റുമല്ല. അതുകൊണ്ട് തന്നെ അവകാശവാദികളുടെ എണ്ണം അല്ലെങ്കിൽ അവകാശം ഉന്നയിക്കുന്നവരുടെ എണ്ണം കൂടുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ AICC-യിൽ ഒരു നിലനിൽപ്പ് രാഷ്ട്രീയമുണ്ട്. അതായത് മുതിർന്ന ആളുകൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് വരണം എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഇവിടെ മുതിർന്ന നേതാവ് എന്നുള്ളൊരു പേര് തൽക്കാലം ഇല്ല. അതുമാത്രവുമല്ല, AICC നേതാക്കൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്: ഇരട്ട പദവി വേണ്ട എന്ന്. പക്ഷേ KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള MP-മാരാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ പല വഴിക്ക് പല രീതിയിൽ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മുതിർന്ന നേതാക്കന്മാർ, അതായത് ജനപ്രതിനിധികളല്ലാത്ത ആരും തന്നെ ഇതുവരെയായി KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. ഇനി KPCC അധ്യക്ഷനെ തീരുമാനിച്ചാലും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. കാരണം കുറച്ച് DCC പ്രസിഡന്റുമാർ MLA-മാരായിട്ടുണ്ട്. അവർക്കും ഇത് ബാധകമാണ്. അതായത് ഒരാൾക്ക് 2 പദവി എന്നുള്ളത്. അങ്ങനെ MLA-മാരായ DCC പ്രസിഡന്റുമാരെ മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. അവിടെയും നടക്കും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ.
അത് എങ്ങനെയായിരിക്കും, എങ്ങനെ പരിഹരിക്കണമെന്നുള്ള കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ നേതാക്കന്മാരാരും ആലോചിക്കുന്നതേ ഇല്ല. സംസ്ഥാനത്ത് ഭരണം കിട്ടിയതിന് ശേഷം, കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തതിന് ശേഷം എല്ലാവരും ഡൽഹിയിലേക്ക് പോയതാണ്. പിന്നീട് നേതാക്കന്മാരാരും ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല. അതായത് AICC നേതൃത്വത്തിലുള്ള നേതാക്കന്മാരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഭരണം ഏറ്റെടുത്തെങ്കിലും KPCC അധ്യക്ഷൻ നിർവഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അക്കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഇപ്പോൾ ആരുമില്ല. വിവിധ ആവശ്യങ്ങൾക്കായി അധികാരം കിട്ടിയ കോൺഗ്രസിൻ്റെ അണികളിൽ പലരും ഇപ്പോഴും KPCC ആസ്ഥാനത്തെത്തി നിരാശരായി മടങ്ങുകയും ചെയ്യുന്നു. എന്തായാലും വേഗത്തിൽ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അങ്ങ് ഡൽഹിയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കടക്കണം. പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അങ്ങ് ഡൽഹിയിൽ നടക്കുകയാണ്. കയ്യെത്തും ദൂരത്തിരുന്ന രാജ്യസഭാ സീറ്റ് പോലും നഷ്ടമാകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒരു കാര്യം, അതൊക്കെ കോൺഗ്രസിന് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഡൽഹിയിലെ പ്രശ്നം തീർത്തിട്ടായിരിക്കാം ഒരുപക്ഷെ നേതാക്കന്മാർ കേരളത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എത്തുക.